Hi all, welcome back to Career Vein Updates. SSLCക്ക് ശേഷം +1 +2 അതേപോലെ തന്നെ ഡിഗ്രി PG വിവിധ പ്രൊഫഷണൽ ഡിഗ്രി ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കേരള ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കൂടാതെ പ്രൈവറ്റ് സെക്ടറിലും പല സ്ഥാപനങ്ങളും നൽകി വരുന്ന സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിലവിൽ വിദ്യാർത്ഥികൾക്ക് ഈ മാസവും അതേപോലെ തന്നെ തൊട്ടടുത്ത മാസവും വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളാണ്. ഏതൊക്കെ സ്കോളർഷിപ്പിൽ ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും, അതോടൊപ്പം തന്നെ നിലവിൽ അപ്ലൈ ചെയ്ത സ്കോളർഷിപ്പിൻ്റെ സ്റ്റാറ്റസ് തുടങ്ങിയ എല്ലാ കാര്യവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട 7 സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികളോട് ആമുഖമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള അതേപോലെ തന്നെ തുടർ പഠനം ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളുടെയും അഡ്മിഷൻ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ കോഴ്സുകളുടെ മറ്റു പ്രധാനപ്പെട്ട സാധ്യതകൾ, ജോബ് സാധ്യതകൾ, കേരള ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും പ്രധാനപ്പെട്ട തൊഴിൽ സാധ്യതകൾ, കൂടാതെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അപ്ഡേറ്റ് ലഭിക്കുവാൻ വേണ്ടി കരിയർ വേയിൻ്റെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോ അതായത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാം പേജിലോ ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെയും അതേപോലെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിലവിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇല്ലാത്തവരാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യുവാനും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇനി അങ്ങോട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ഈ ഒരു ചാനൽ ത്രൂവും വിദ്യാർത്ഥികൾ അറിയിക്കുമെന്ന് ആമുഖമായിട്ട് ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ കൂടി ആമുഖമായിട്ട് ഉറപ്പെടുത്താം. അപ്പോൾ നമുക്ക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 7 സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട്, കാരണം നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ, അതായത് സ്കോളർഷിപ്പ് മാത്രം വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ യൂട്യൂബ് ചാനലിലെ എൻ്റെ ഈ യൂട്യൂബ് ചാനലിലെ വിദ്യാർത്ഥികൾ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്ലേലിസ്റ്റ് എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അതായത് പ്ലേലിസ്റ്റ് എന്നുള്ള ഒരു സെപ്പറേറ്റ് അവിടെ നിങ്ങൾ കാണാം. അവിടെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അപ്ഡേറ്റ്സ് എന്നുള്ള ആ ഒരു പ്ലേലിസ്റ്റ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ അപ്ഡേറ്റ് ചെയ്ത എല്ലാ സ്കോളർഷിപ്പിനും, അത് റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്ത എല്ലാ സ്കോളർഷിപ്പുകളുടെയും ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ഓരോ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഓർമ്മപ്പെടുത്താൻ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒന്നാമത്തെ സ്കോളർഷിപ്പ്, ഞാൻ തൊട്ട് മുമ്പ് ചെയ്തൊരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നത് ഗോൾഡൻ ജൂബിലി സ്കോളർഷിപ്പ്. അതുമായി ബന്ധപ്പെട്ട് അതായത് വിദ്യാർത്ഥികൾക്ക് നിലവിൽ ജസ്റ്റ് 60% മാർക്കോടുകൂടെ പാസ്സായിട്ടുള്ള SSLC ആണെങ്കിലും അതേപോലെ +2 ആണെങ്കിലും വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പ് തന്നെയാണ് ഗോൾഡൻ ജൂബിലി. അതായത് പ്രതിവർഷം 40,000 വരെ ഈ ഒരു സ്കോളർഷിപ്പിന് നിങ്ങൾക്ക് എമൗണ്ട് ആയിട്ട് ലഭിക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ട്, അതായത് LIC ആണ്, അത് ഗവൺമെൻറ് അല്ല, LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് ഡേറ്റ് നിങ്ങൾ മുമ്പിൽ ആകെ 2-3 ദിവസം കൂടി മാത്രമാണ് 24. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇനിയും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ട് മുമ്പ് നമ്മുടെ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഗോൾഡൻ ജൂബിലി സ്കോളർഷിപ്പ്. അത് കൃത്യമായിട്ട് കണ്ടതിന് ശേഷം വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ഒരു സ്കോളർഷിപ്പിൻ്റെ അപ്ഡേറ്റ് നോക്കാം. അതായത് സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ്. നേരത്തെ +2വിന് ശേഷം നിലവിൽ ഡിഗ്രി പഠനം നടത്തി വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിരുന്നു സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ്. അത്തരത്തിലുള്ള ഈ ഒരു സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ലൈവായിട്ടുള്ള വീഡിയോ ഉൾപ്പെടെ എല്ലാ കാര്യവും നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ സ്റ്റാറ്റസ് അതായത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1050 വിദ്യാർത്ഥികളാണ് ഈ വർഷം ഈ ഒരു സ്കോളർഷിപ്പിന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1050 വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതായത് 97.25 കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു 95 and above ആയിരുന്നു. അപ്പോൾ അതിൽ 97.25, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം 97% മാർക്ക് ലഭിച്ച +2വിൽ മാർക്ക് ലഭിച്ച 1167 വിദ്യാർത്ഥികളെയും അതേപോലെ തന്നെ CBSE വിഭാഗത്തിൽ 488 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ടോട്ടൽ 1050 വിദ്യാർത്ഥികളാണ് ഈ വർഷത്തെ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ, നിങ്ങൾ ആരെങ്കിലും 97% മാർക്ക് +2വിന് വാങ്ങിയതിന് ശേഷം നിങ്ങൾ സ്കോളർഷിപ്പിൽ നിങ്ങൾ ആയിട്ടില്ല എങ്കിൽ, ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ, ഈ 1050 നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ജനുവരി 4-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള
statemeritScholarship@gmail.com എന്നുള്ള ഈ ഒരു മെയിലിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള നമ്പറിൽ കൃത്യമായിട്ട് മൊബൈൽ നമ്പർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ കോൺടാക്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ അപേക്ഷ കൊടുത്ത സെയിം പേജിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ കൊടുത്ത സമയത്ത് നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ IFSC കോഡോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തിരുത്താനും കൂടിയാണ് ജനുവരി 4 വരെ വിദ്യാർത്ഥികൾക്ക് ടൈം തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ അതായത് ലിസ്റ്റ് നിങ്ങൾ ഇപ്പോൾ തന്നെ പരിശോധിക്കുക. നിങ്ങൾക്ക് പരമാവധി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ കോളേജുമായി ബന്ധപ്പെട്ട് സ്കോളർഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, ജനുവരി 4 തീയതിയാണ്. അപ്പോൾ ഓൾറെഡി കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്താണ്. ഇനി മറ്റൊരു മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പാണ്, ശ്രദ്ധിക്കുക, സിംഗിൾ ഗേൾ ചൈൽഡ്, അതായത് ഒറ്റ മകൾക്കുള്ള CBSE നൽകുന്ന സിംഗിൾ ഗേൾ ചൈൽഡിനുള്ള അപേക്ഷ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ മാസം 23 തീയതി വരെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒറ്റ സിംഗിൾ ഗേൾ ചൈൽഡ് CBSE ആയിരിക്കണം. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ വിദ്യാർത്ഥികൾ 2024 ഈ കഴിഞ്ഞ 2024 CBSE 10ാം ക്ലാസ്സിൽ പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ കൊടുക്കുവാനും അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം 2023 സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പുതുക്കാനും അതായത് റിന്യൂവൽ ചെയ്യുവാനുള്ള സമയമാണ്. ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 23 തീയതിയാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് cbse.gov.in എന്നാണ്. അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ 5 വിഷയങ്ങളിലെങ്കിലും 70% മാർക്കോടുകൂടി പാസ്സായാൽ മാത്രം മതി. ആദ്യത്തെ 5 വിഷയങ്ങളിൽ 70% മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥികളും, അതായത് സിംഗിൾ ഗേൾ ചൈൽഡ് ഒറ്റ മകൾ എന്നുള്ള കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥിനികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പ് തന്നെയാണ് CBSEയുടെ സിംഗിൾ ഗേൾ ചൈൽഡ് സ്കോളർഷിപ്പ്. അതിന് വരുമാന പരിധി എന്ന് വെച്ചാൽ മാക്സിമം 1 ഇയർ 8 ലക്ഷം രൂപ വരെ വരുമാന പരിധിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് മന്ത്ലി ഫീസ് നിങ്ങൾക്ക് 2500 വരെയാണ്. നിങ്ങൾ CBSE പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ മന്ത്ലി ഫീസ് 2500 വരെ കൊടുക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും. അതിന് മുകളിൽ ഫീസ് കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സ്കോളർഷിപ്പ് ലഭിക്കുകയില്ല. ഇതുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യാനുള്ള കാര്യം ജസ്റ്റ് cbse.gov.in എന്നുള്ള വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിംഗിൾ ഗേൾ ചൈൽഡ് സ്കോളർഷിപ്പ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യുവാൻ റിന്യൂവൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം വിദ്യാർത്ഥികൾ CBSE പഠിച്ച വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുക. ഇനി അതേപോലെ 10ാം ക്ലാസ്സിൽ CBSE പഠിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും +1ഉം +2ഉം നിങ്ങൾ CBSEയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കണം. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു CBSE സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതേപോലെ വിദ്യാർത്ഥികൾക്ക് 4ാമത്തെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പ് കൂടി പരിചയപ്പെടാം. അതായത് കേരള മോട്ടോർ എംപ്ലോയി ക്ഷേമനിധി ബോർഡ് മെമ്പേഴ്സ് ആയിട്ടുള്ള, അതായത് ശ്രദ്ധിക്കുക, കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ മെമ്പർഷിപ്പുള്ള തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പാണ്. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, നിലവിൽ ഡിസംബർ 31 തീയതി വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. അതായത് കേരള മോട്ടോർ എംപ്ലോയീസ് ഈ ഒരു വിങ്ങിൽ മെമ്പർഷിപ്പുള്ള തൊഴിലാളികളുടെ മക്കൾ, അതായത് 8ാം ക്ലാസ് മുതൽ പ്രൊഫഷണൽ ഡിഗ്രി വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വിഭാഗത്തിൽ വരുന്ന മെമ്പർഷിപ്പുള്ള ഇവരുടെ മക്കൾക്ക് വേണ്ടി സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ഡിസംബർ 31 വരെ സമയമുണ്ട്. അതിന് ഒഫീഷ്യൽ വെബ്സൈറ്റ് ജസ്റ്റ് നിങ്ങൾ kmtwwfb.org, അതായത് kmtwwfb.org എന്ന് ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മോട്ടോർ തൊഴിലാളി വകുപ്പ് ഓഫീസിൻ്റെ ജില്ലാ തലത്തിലൊക്കെ ഓഫീസിൽ പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ സ്കോളർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് തന്നെയാണ് ഈ പറയുന്ന സ്കോളർഷിപ്പ്. ഇനി അതേപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ്, അതായത് 5ാമത്തെ സ്കോളർഷിപ്പ് നമുക്ക് പരിചയപ്പെടാം. അതായത് നേരത്തെ പറഞ്ഞ 2-3 സ്കോളർഷിപ്പിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോഴും സമയമുണ്ട്. അതായത് ഒന്നാമത്തത് പ്രൊഫ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പാണ്. അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇനിയും പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അപേക്ഷ കൊടുക്കാത്തവരുണ്ടെങ്കിൽ, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് SLC അതേപോലെ +2 അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉന്നതമായ മാർക്കോടുകൂടി പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. SLCയും അതേപോലെ തന്നെ +2, അതായത് ഇപ്പോൾ നിലവിൽ +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതേപോലെ +2 ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന സ്കോളർഷിപ്പാണ്. ഇനിയും ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ 26/12/2024 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തൊട്ട് മുമ്പ് നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലേലിസ്റ്റിൽ സ്കോളർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഇനിയും ടൈമുണ്ട്, കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് 6ാമത്തെ സ്കോളർഷിപ്പാണ് CH മുഹമ്മദ് സാഹിബ് സ്കോളർഷിപ്പാണ്. അതായത്
CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്കോളർഷിപ്പ് നിലവിൽ ഈ വർഷത്തെ വിളിച്ചിട്ടുള്ള കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് റിന്യൂവൽ ചെയ്യുവാനുള്ള സമയമാണ് നിലവിൽ 30/12/2024 വരെയാണ്. അതായത് നിലവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പുതുതായിട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. അതായത് മുസ്ലിം മൈനോറിറ്റിയിൽപ്പെട്ട പെൺകുട്ടികൾക്കാണ്. അതായത് മുസ്ലിം മൈനോറിറ്റിയിൽ പെട്ട പെൺകുട്ടികൾക്ക് +2 ഉന്നത മാർക്ക് ലഭിച്ച പെൺകുട്ടികൾക്ക് പ്രതിവർഷം നിശ്ചിത എമൗണ്ട് ആയിട്ട് സ്കോളർഷിപ്പ് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് തന്നെയാണ് CH മുഹമ്മദ് മെമ്മോറിയൽ സ്കോളർഷിപ്പ്. ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ റിന്യൂവൽ ചെയ്യാനുള്ള ടൈം 30/12. അപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് ഈ ഒരു സമയത്തിനുള്ളിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അത് വെൽഫെയർ മൈനോറിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നുകൊണ്ട്, അത് നിങ്ങൾ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയും അതേപോലെ CH മുഹമ്മദ് കോയ മെമ്മോറിയൽ, ഇതൊക്കെ ഒറ്റൊരു വെബ്സൈറ്റിലാണ് വരിക, ഒരു സൈറ്റാണ്. അതായത് മൈനോറിറ്റി വെൽഫെയറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അതിൽ വന്ന് നിങ്ങൾക്ക് റിന്യൂവൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി അവസാനമായിട്ട് 7ാമത്തെ ഒരു സ്കോളർഷിപ്പാണ്. അതായത് കൊമേഴ്സ് വിഭാഗത്തിൽ പഠിക്കുന്ന, അതായത് CA, അതേപോലെ ICWA, അതേപോലെ കമ്പനി സെക്രട്ടറി പോലെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കൊമേഴ്സ് സബ്ജക്റ്റുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മൈനോറിറ്റി വെൽഫെയറിൻ്റെ കീഴിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലുള്ള പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് ആയിട്ടുള്ള ഈ ഒരു സ്കോളർഷിപ്പിനും നിലവിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക 20/12/2024. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നേരത്തെ തന്നെ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി സമയബന്ധിതമായിട്ട് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മുടെ ചാനൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലെ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് ഇനിയും നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലോ മെമ്പർഷിപ്പ് അത് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ആ ഒരു ലിങ്ക് കൂടി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്ക് കൂടി ഉപയോഗപ്പെടുത്താമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.